പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദൂരെ ഒരിടത്ത് ഒരു കിളി പെട്ടെന്ന് തറയിൽ വീഴുന്നത് ഞാൻ കണ്ടു. അതെന്തായിരിക്കുമെന്ന് അറിയാനുള്ള താല്പര്യത്തോടെ ഞാൻ എൻ്റെ നടക്കുന്നതിൻ്റെ വേഗത അല്പം കൂട്ടി നടന്നു. ദൂരെ നോക്കുമ്പോൾ ആ വീണ കിളി മലർന്നു കിടക്കുക, എന്നിട്ട് തൻ്റെ ചിറകിട്ടടിക്കുന്നു, തൻ്റെ കാലിട്ടടിക്കുന്നു എന്നൊക്കെയാണ് കണ്ടത്. അപ്പം ഞാൻ എന്തായിരിക്കും നടക്കുന്നത്, എന്തായിരിക്കും ആ കിളിക്ക് സംഭവിച്ചത് എന്നുള്ള താല്പര്യത്തോടെ ഞാൻ വേഗത്തിൽ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നു, പെട്ടെന്നൊരു കിളി പറന്ന് ആ വീണ് കിടക്കുന്ന കിളിയുടെ അടുത്ത് വന്നിട്ട് തൻ്റെ കാലുകൊണ്ട് ആ കിളിയുടെ ദേഹത്ത് ചവിട്ടുക. അതുകൂടാതെ ആ പറന്നു വന്ന കിളി തൻ്റെ ചിറകിട്ട് വീണ് കിടക്കുന്ന കിളിയുടെ ദേഹത്ത് അടിക്കുക. അപ്പം ഞാനെന്നാ കരുതി, എന്തായിരിക്കും ഈ കിളിയെ, വീണ് കിടക്കുന്ന കിളിയെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഞാൻ അത് എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാൻ വേണ്ടി അനങ്ങാതെ അല്പം ദൂരം മാറി അവിടെ നിന്ന് വളരെ സൂക്ഷ്മതയോടെ ഞാൻ വീക്ഷിച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കാണും. ഇത് കഴിഞ്ഞപ്പോൾ കാണുന്നു, ആ വീണ് കിടക്കുന്ന കിളി പെട്ടെന്ന് ആ മലർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് നേരെയായിട്ട് ഒരു 1/2 മിനിറ്റോളം അത് അവിടെ അനങ്ങാതെ ഇരുന്നു. അപ്പോൾ ഈ അടുത്ത് പറന്നു വന്ന കിളി അതിനടുത്ത് അവിടെ നിൽക്കുക, അത് ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. ഒരു 1/2 മിനിറ്റൂടെ കഴിഞ്ഞപ്പോൾ ഈ കിളി, വീണ് കിടക്കുന്ന കിളി പെട്ടെന്ന് പറന്നുപോയി, മറ്റേ കിളിയും പറന്നുപോയി. ഞാൻ ചിന്തിച്ചു, എന്തായിരിക്കും ഈ പറന്നു വന്ന കിളി വീണ് കിടക്കുന്ന കിളിയെ എന്തായിരിക്കും ചെയ്തത്? അതിനെവിടുന്ന് കിട്ടി ഈ ബുദ്ധി? വീണ് കിടക്കുന്ന കിളി കയ്യും കാലിട്ട് അടിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് മരണവെപ്രാളം കൊണ്ടോ വീണതിൻ്റെയോ പറന്നു പോകുമ്പോൾ എവിടെയെങ്കിലും തട്ടിയതിൻ്റെയോ എന്തെങ്കിലും കാരണത്താൽ ഉണ്ടായ ആഘാതത്താലായിരിക്കണം അതിന് പിന്നെ പറക്കുവാൻ കഴിയാതെ വീണ് കിടന്നത്. എന്നാൽ പറന്നു വന്ന കിളിയോട് ആര് പറഞ്ഞു കൊടുത്തു ഇതിൻ്റെ ദേഹത്ത് ഒന്നും ചവിട്ടുകയോ ഞെക്കുകയോ ചിറകിട്ടടിക്കുകയോ ചെയ്താൽ ഈ വീണുപോയ കിളിക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഈ കിളിക്ക് ആര് പറഞ്ഞു കൊടുത്തു? ആരും പറഞ്ഞു കൊടുത്തില്ല. ഇതേപോലെയാണ് ഞാൻ പല ചിത്രങ്ങൾ ഈ പത്രമാധ്യമങ്ങളിലും വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഒരു റോഡിൽ ഒരു പട്ടി വണ്ടി ഇടിച്ച് വീണ് കിടന്നാൽ ആ പട്ടിയുടെ അടുത്ത് മറ്റൊരു പട്ടി വന്ന് കാവലിരിക്കുക, വേറൊരു വണ്ടി വന്ന് വീണ്ടും അതിനെ ഇടിച്ച് കൊല്ലാതിരിക്കാൻ വേണ്ടി. ഞാൻ പറയട്ടെ, ഈ മൃഗങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ അറിവ്? ഏത് സ്കൂളിൽ പോയി പഠിച്ചു മൃഗങ്ങൾ? ഒന്നുമില്ല. സ്വാഭാവികമായി പ്രകൃതിയാൽ എല്ലാ ജീവികൾക്കും മറ്റൊരു ജീവിയെ സഹായിക്കുവാനുള്ള ബോധം, അറിവ് ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് പല തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുവാനുള്ള അറിവ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ശാസ്ത്രീയമായി, മെഡിക്കൽ ശാസ്ത്രപരമായി CPR, BLS, ACLS എന്ന ചികിത്സാ രീതികളുണ്ട്. അടിസ്ഥാനപരമായി അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഈ ചികിത്സാ രീതികളിലൂടെ ഹൃദയാഘാതം സംഭവിച്ചവരോ അല്ലെങ്കിൽ ബോധക്ഷയം വന്നവരോ ആയ, വീണുപോയ, പെട്ടെന്ന് തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങി, അതിന് ഇംഗ്ലീഷിൽ ചോക്കി എന്ന് പറയും, അങ്ങനെ കുരുങ്ങിയിട്ട് ശ്വാസം മുട്ടുന്നവരെ, അങ്ങനെ അവരെ രക്ഷിക്കുവാൻ പെട്ടെന്ന് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന ചില ചികിത്സാ രീതികളാണ് ഈ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം അവർക്ക് ശ്വാസം വരികയോ ഹൃദയയിടിപ്പ് തുടർന്ന് ഉണ്ടാകുകയോ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗത്തിൽ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവരെ രക്ഷിക്കുക നമ്മുടെ കടമയാണ്. പ്രിയ സ്നേഹിതരെ, ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നു, ദൈവം നമുക്ക് കഴിവ് തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ഞാൻ തുടർമാനം ഇത് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആഴത്തിൽ ഇത് ഇറങ്ങിച്ചെല്ലണം. എൻ്റെ കൂടെ, എൻ്റെ ചുറ്റുപാടിൽ, എൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റിതര ജീവികൾ, അത് മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരായാലും, അവരെ രക്ഷിക്കുക, അവരുടെ ആപത്ത് ഘട്ടത്തിൽ അവരെ ഒന്ന് കൈത്താങ്ങുക നമ്മുടെ ഉത്തരവാദിത്തമായിരിക്കട്ടെ. എല്ലാ മതങ്ങളിലും ഇതുപോലെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, സഹായിക്കേണ്ടതിന് വേണ്ടി നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതികളുണ്ട്. ബൈബിളിൽ പണ്ട് കാലം മുതലേ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 10-1 അല്ലെങ്കിൽ അതിൽ കൂടുതൽ
ദൈവത്തിൻ്റെ കാര്യത്തിനും മറ്റിതര വ്യക്തികളെ സഹായിക്കുന്നതിനും ഉപയോഗിക്കണം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവർ പലരുണ്ട്. നമുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഓരോ മതങ്ങളിലും പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഒന്ന് ഗ്രഹിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും, ഈ മാസം ഞാൻ എന്ത് ചെയ്തു, ഈ ദിവസം ഇത്രയും ദിവസമായല്ലോ, ഈ മാസം ഇത്രയും ദിവസത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോ, അല്ലെങ്കിൽ ചെയ്യുവാൻ എനിക്ക് മനസ്സുണ്ടായോ, അതോ ചെയ്യേണ്ടതിന് വേണ്ടി ഞാൻ അല്പം പണം മാറ്റി വെച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ടാകട്ടെ. എനിക്കൊരു വാഹനമുണ്ട്, ആ വാഹനത്തെ കഴിവില്ലാതിരിക്കുന്നവർ, നിർധനരായവർ, ഒരു യാത്ര ചെയ്യാൻ കഴിവില്ലാത്തവരെ ഒന്ന് സഹായിക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കുമോ? ദൈവം ആഗ്രഹിക്കുന്ന പലതും നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയും. അതിനുള്ള മനസ്സുണ്ടാകട്ടെ. വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും അനേക കാര്യങ്ങൾ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.